പവർ ഓഫ് പ്രയർ പാർട്ട് 2, പ്രാർത്ഥനയുടെ ശക്തി. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥന എന്താണ്, അതിൻ്റെ ശക്തി എന്താണെന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ ദിവസം ദൈവം പറയുന്നത് എന്താണ് പ്രാർത്ഥന ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു പ്രാർത്ഥന അയക്കുമ്പോൾ ഈ പെട്ടെന്ന് മരണം, പെട്ടെന്ന് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ളവർ പറയും, അവർ സ്വർഗ്ഗതലത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് വെട്ടം ഇങ്ങനെ മുകളിലോട്ട് വരുന്ന കാണാം, പല വെട്ടങ്ങൾ. അപ്പം അവർ ദൈവദൂതനോട് ചോദിച്ചാൽ അതെന്താ വെട്ടം വരുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അത് ലോകത്തിൽ നിന്നും നിനക്ക് വേണ്ടി അയക്കുന്ന പ്രാർത്ഥനകളാണെന്ന്. അപ്പോൾ നമ്മൾ ഈ രോഗികൾക്ക് വേണ്ടി എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് സർക്കുലർ അയക്കും. അയ്യോ ഇങ്ങനെ ഒരാൾക്ക് സുഖമില്ല, ഹാർട്ട് പ്രോബ്ലമാണ്, അല്ലെങ്കിൽ പിന്നെ സ്ട്രോക്കാണ്, അല്ലെങ്കിൽ ക്യാൻസറാണ്, എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അയക്കുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയും കുറേ പേരെങ്കിലും പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനകളെല്ലാം ലൈറ്റ് പോലെ വെട്ടം പോലെ മുകളിലോട്ട് പോവുകയാണ്. അതിനൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ കളക്റ്റീവ് പ്രെയർ എന്ന് പറയുന്നത്. 2 പേര് 100 പേരെ ഓടിച്ചാൽ 5 പേര് 10,000 പേര് ഓടിക്കും. അപ്പോൾ ഈ 10,000 പേരുടെ പ്രാർത്ഥനയൊക്കെ മുകളിലോട്ട് ചെല്ലുന്ന ഇൻസിഡൻസ് ഉണ്ട്. നമ്മൾ ഇലക്ഷൻ ടൈമിൽ പ്രാർത്ഥന, അത് എത്ര പേരുടെ പ്രാർത്ഥന. പിന്നെ നമ്മളൊരു വിവാഹത്തിന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേരെ കൊണ്ട്, പള്ളിയിലുള്ള എല്ലാവരും, പിന്നെ രോഗസൗഖ്യത്തിന്. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കളക്റ്റീവ് പ്രെയറിനും സിംഗിൾ പേഴ്സൺ പ്രാർത്ഥിക്കുന്നതിനും ശക്തി വ്യത്യാസമുണ്ട്. പിന്നെ സിംഗിൾ പ്രെയർ പ്രാർത്ഥിച്ച് നടത്തുന്നതും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം പ്രെയർ ഈസ്, ഈ പ്രെയറിനെ കുറിച്ച് പറയുന്നത്, പ്രെയർ ഈസ് ആക്ച്വലി ഇറ്റ്സ് എ സ്ട്രീം ഓഫ് എനർജി ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ ഇൻ ദ സ്പിരിറ്റ് റെലം. അതായത് നമ്മൾ ഇവിടുന്ന് അയക്കുന്ന പ്രാർത്ഥന നമ്മുടെ കണ്ണുകൾക്ക് ഇത് കാണാൻ സാധിക്കത്തില്ലെങ്കിലും ആത്മീയ കണ്ണുകൊണ്ട് നോക്കുമ്പം ആ ഒരു വലിയ ശക്തി ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നതായിട്ടാണ് ആത്മാവ് കാണിക്കുന്നത്. അതൊരു ശക്തിയാണ്. ഈ സുനാമി പോലെയൊക്കെ ഒരുപോലത്തെ ഈ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആരെങ്കിലും കിടക്കുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥന അയക്കുമ്പം സ്വർഗത്തിൽ എമർജൻസി ഡീൽ ചെയ്യാനും സെക്ഷൻസ് ഉണ്ട്. നമുക്ക് ഉടനടി അതിന് ഉത്തരം അയച്ചു തരും. അങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ മരിക്കാറായി കിടക്കുന്നവർ എഴുന്നേറ്റ് വരുന്നതാണ്. ആക്സിഡൻറ്റ് വന്നിട്ട് ചത്തുപോന്ന് വിചാരിക്കുന്നവർ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടും. അതുതന്നെയല്ല, ഇടിക്കാൻ വരുന്ന വണ്ടി പെട്ടെന്ന് ആരെങ്കിലും വന്ന് തള്ളി മാറ്റുന്നതാണ്, കണ്ടിട്ടില്ലേ? അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, കാർ വന്ന് സൈഡിൽ ഇടിക്കുമ്പോൾ ആരോ തള്ളി മാറ്റിയതുപോലെ മാറ്റിയെന്ന്. ചെയ്യും, ഈ ദൈവം അത് ചെയ്യും. അതുപോലെ ശക്തമാണ് നമ്മുടെ പ്രാർത്ഥന. ഇതൊക്കെ ദൈവബന്ധത്തിൽ നിന്ന്. അപ്പോൾ പ്രാർത്ഥന ഇരുന്നുള്ള പ്രാർത്ഥന ആകണമെന്നില്ല, മുട്ടുകുത്തുന്നത് തന്നെയാണെന്നില്ല. പ്രാർത്ഥന ഏത് തരത്തിൽ എവിടെ വെച്ചും ദൈവത്തോട് അണ്ടർ അവർ ബ്രത്ത് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. അപ്പം ഇറ്റ്സ് എ ലൈറ്റാണ്. അപ്പോൾ ഈ ഗബ്രിയേൽ മാലാഖ ഒരു ആക്സിഡൻറ്റ് മരിച്ച ഒരു സ്ത്രീയെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയപ്പം അവർ പറയായിരുന്നു, ഈ ഒരു ഭൂമിയുടെ തലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദെയർ ഇസ് നോ ജഡ്ജ്മെൻറ്റ്. നമ്മളെ ആരും വിധിക്കത്തില്ല. ഈ മറ്റുള്ളവർ ഒരാളെ വിധിക്കുന്ന കണ്ണുകളോട് നോക്കിയാൽ ദാറ്റ് ഈസ് സം പവർ ഓൺ ഇറ്റ്. അതിന് ബാഡ് ഇഫക്റ്റും ഉണ്ട്, നല്ല ഇഫക്റ്റും ഉണ്ട്. നമ്മളൊരാളെ സന്തോഷിച്ച് അനുഗ്രഹിച്ച് നോക്കിയാൽ അത് അനുഗ്രഹ ദൃഷ്ടിയായിട്ട് അവരുടെ മേൽ വരും. എന്നാൽ ജലസിയുടെയും ദുഷ്ടതയുടെയും സ്പിരിറ്റും ആണെങ്കിൽ നമ്മുടെ ശരീരത്തെ അത് ഇരുത്തും. അത് പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചത് അഴിച്ചു മാറ്റും. പക്ഷെ അങ്ങനെ സംഭവിക്കും, കാരണം ഇറ്റ് ഹാസ് പവർ. ദ സൈറ്റ് ഹാസ് പവർ. അപ്പം ഞാൻ ഈ ആത്മാവിൽ നിൽക്കുന്ന പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണെങ്കിൽ ദെയർ ഇസ് നോ പ്രോബ്ലം. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ചിലർ വികട ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ ദൈവാത്മാവില്ലാത്തവർ, അവർ നമ്മളെ നോക്കൂല, നമ്മുടെ അടുക്ക വന്നിരിക്കത്തില്ല. ബിക്കോസ് ദേ നോ ദെയർ ഇസ് പവർ. ദെയർ ഇസ് പവർ. ഈ ടാഞ്ചിബിളായിട്ട് അവർക്ക് കാണാം, നമുക്ക് കാണാനൊക്കത്തില്ലേലും. അപ്പോൾ ഈ മഹാശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ തീ കത്തുമ്പം അത് പവർഫുള്ളായിട്ട് മാറി അത് പ്രാർത്ഥനയായിട്ട് കയറി ചെല്ലുമ്പം ആ അയച്ച കാര്യം പ്രവർത്തിക്കാതെ വരത്തില്ല. അതുകൊണ്ടാണ് ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ദൈവം ആലോചിച്ച കാര്യങ്ങൾ മാറ്റുമോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം മോശയോട് ഒരു സമയത്ത് പറയുന്നുണ്ട്, നീ അങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ ഈ ജനതയെ മുഴുവനും ഇല്ലാതാക്കാൻ പോവാം, എന്നിട്ട് ഒരു പുതിയ ജനത ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ മോശ ചെന്നേച്ച് ദൈവത്തോട് പറയുന്നു, അയ്യോ ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ. അങ്ങനെ വല്ലതും ചെയ്തു പോയെങ്കിൽ മിസ്രൈംകാർ പറയും, ഇവരുടെ ദൈവം മരുഭൂമി കൊണ്ടുവന്നിട്ട് അവരെ കൊന്നു കളഞ്ഞെന്ന്. ഉടനെ ദൈവം വിഷയം മാറ്റി, അന്നാ കൊല്ലുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം മനുഷ്യൻ പറഞ്ഞ അനുസരിച്ച് വിഷയം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രാജാവ്, ഏതോ ഒരു രാജാവ്, എസ്കിയ രാജാവിന് രോഗം വന്ന് കിടന്ന് ഇപ്പോൾ മരിച്ചു പോകുന്ന നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞു, മതിലിന്മേൽ തിരിഞ്ഞു കിടന്ന് കരഞ്ഞു, അയ്യോ ഞാൻ ചെയ്തൊക്കെ നീ മറന്നുപോയോ ദുഃഖം പറഞ്ഞു. ഉടനെ തന്നെ പടി ഇറങ്ങിയ പ്രവാചകനോട് തിരിച്ചു ചെല്ലാൻ പറഞ്ഞു, ഇല്ല അവൻ 15 വർഷം കൂടെ ജീവിക്കും. എന്താണ് ഇതിനൊക്കെ അടയാളം വേണ്ടിയത്? കടികാരം പുറകോട്ട് പോകണം. 15 നാഴി എങ്ങാണ്ട് പുറകോട്ട് പോയെന്ന് പറയുന്നു. പടികൾ അങ്ങനെ സാധിക്കും.
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ഈ മാനുഷിക കണ്ണുകൊണ്ടും മനുഷ്യശക്തി കൊണ്ടും ചിന്തിക്കുന്നതിലും എത്രയോ ഉപരിയായിട്ടുള്ള ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാ നമ്മളിൽ വരുമ്പോൾ ഉള്ളതെന്ന് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നമ്മൾ കൂടുതൽ ഉറപ്പിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യനെ ഇപ്പോൾ ഈ നമ്മൾ സത്യം പറഞ്ഞ ആനയുടെ കൂട്ടം. ഈ ആനയ്ക്ക് എന്തോ ഒരു ശക്തിയാണ് ഉള്ളത്. ആനയ്ക്ക് 2 ചെവി ഇങ്ങനെ നിൽക്കുന്ന അതിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം അറിഞ്ഞുകൂടാ. അതിൻ്റെ വിചാരം അതിൻ്റെ വാല് പോലെ അതിരിക്കുന്നതെന്ന്. പക്ഷെ നമുക്കും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നതെങ്കിൽ നമ്മളിൽ വലിയ ശക്തിയുണ്ട്. ആ ദൈവത്തിൻ്റെ ശക്തിയോട്, അതായത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തീ കത്തിക്കുന്നത് വചനം കൊണ്ടാണ്. വചനവും പരിശുദ്ധാത്മാവും വരുമ്പോൾ ഇഗ്നൈറ്റ് ചെയ്യും. പല പള്ളികളിലും പോയാൽ അവിടെ പിന്നെ സ്തുതിപ്പ് കാണും, പക്ഷെ വചനമില്ല. മറ്റു ചില പള്ളികളിൽ ചെന്നാൽ അങ്ങേയറ്റത്തെ വചനമുണ്ട്, ദൈവവുമായിട്ടുള്ള പ്രാർത്ഥന കുറവായിരിക്കും. പിന്നെ ചില പ്രാർത്ഥനയിൽ ചെന്നാൽ വചനമൊക്കെ ഉണ്ട്, പക്ഷേ അവർ കർത്തൃമേശ എടുക്കത്തേയില്ല, അല്ലെങ്കിൽ കുർബാന അനുഭവിപ്പിക്കത്തേയില്ല. വല്ലപ്പോഴും മാസത്തിലൊരു. അപ്പോൾ എവിടെയെങ്കിലും ഈ ബാലൻസ് ഇല്ലാതെ പോകുമ്പം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം കുറയുകയാണ്. ഇതൊക്കെ ഓരോ തന്ത്രങ്ങളാണ്, ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കണം. അപ്പം ദൈവത്തിൻ്റെ നമ്മളോട് ആത്മാവ് പറയുന്നത്, പ്രെയർ, ഡിഫറെൻറ്റ് പ്രേയേഴ്സ് ഇസ് ഗോട്ട് ഡിഫറെൻറ്റ് കളർ. പ്രെയർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ഗോൾഡൻ റിപ്പിൾ ആണ്. പ്രെയർ ഓഫ് ഹീലിംഗ് ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ. പ്രെയർ ഓഫ് ഗൈഡൻസ് പ്യുവർ പേർപ്പിൾ സ്ട്രീം. ആൻഡ് പ്രെയർ ഓഫ് പീസ് ഇസ് ഗോൾഡൻ വൈറ്റ് ലൈറ്റ്. ഇതൊരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. അതായത് പ്രാർത്ഥനയ്ക്ക് കളറുണ്ട്. അത് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പം ദൈവം നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്. ക്രിസ്തീയ ജീവിതം ഒരു കളർഫുൾ ലൈഫാണ്, അല്ലാതെ നമ്മൾ കാണുന്ന പോലെ അങ്ങേയറ്റം ദുരിതവും കഷ്ടവും മാത്രമുള്ള ജീവിതമല്ല. ദൈവജീവിതം സന്തോഷം. അത് പണ്ടത്തെ ആളുകളൊക്കെ, പണമില്ലാത്ത സാധാരണയിൽപ്പെട്ട ആളുകൾ ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം എന്നൊക്കെ പാടുമ്പം അവരുടെ ഈ പുറമേയുള്ള സമ്പത്തോ അവരുടെ കഴിവോ പ്രാപ്തിയോ പഠിത്തമോ ഒന്നുമല്ല. ദാറ്റ് ഈസ് സ്പിരിറ്റ് സിംഗിങ് ത്രൂ ദം. അതിന്ന് എത്ര പേർക്ക് അങ്ങനത്തേതുണ്ട്. എല്ലാവരും ഡിഗ്രി ഉണ്ടോ, പഠിത്തമുണ്ടോ, കഴിവുണ്ടോ, ഇതൊക്കെ മുന്നേ പറയുന്നതിനകത്ത് ഏതെങ്കിലും തെറ്റുണ്ടോ? ഇതൊക്കെ ആത്മാവിൽ പറയുന്നവർ ആത്മാവിലുള്ളത് വിവേചിച്ചറിയുമ്പം അത് കറക്റ്റാണ്. അല്ലാത്തൊരു കേൾക്കുമ്പം ഫാരിസീൻ്റെ കൂട്ട് നമ്മൾ പറയുന്നതിന് വേറെ അർത്ഥത്തിൽ അവർക്ക് മനസ്സിലാകും. ബിക്കോസ് ദ ഡെവിൾ വിൽ യൂസ് ദാറ്റ്. ബട്ട് ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് അത് മനസ്സിലാകും. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥന നീ അയച്ചാൽ പ്രാർത്ഥന ജീവിതം കളർഫുള്ളാക്കും. പ്രാർത്ഥനയ്ക്ക് പോലും ഡിഫറെൻറ്റ് കളേഴ്സിലാണ് കടന്നു ചെല്ലുന്നതെന്ന് ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിൻ്റെ ബുക്കിനകത്തുനിന്ന് ഇറ്റ്സ് പോസിബിൾ. കളക്റ്റീവ് പ്രെയർ വർക്ക്സ്, അതായത് പ്രെയർ എനർജി ആംപ്ലിഫൈ ചെയ്തിട്ട് അത് മലകളെ പോലും മാറ്റാൻ കഴിവുള്ളതാണ്. അത് പ്രെയർ എനർജി എന്ന് പറയുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? കടുക് മണിയോളം വിശ്വാസം. കടുക് മണി എന്താണ്? അതൊരു വിത്താണ്. ആ വിത്ത് കിട്ടാൽ അതിനകത്ത് ജീവൻ്റെ നാടി അതിനകത്ത് കിടപ്പുണ്ട്. ആ ജീവൻ്റെ ആത്മാവ് അതിന്മേലുള്ളിടത്തോളം കാലം ആ കടുക് മണി മണ്ണിലിട്ടാൽ അത് കടുക് വൃക്ഷമായിട്ട്, നമ്മൾ കാണുന്ന കടുകല്ല, തീരെ ചെറിയ കടുക് മണി. ഇസ്രായേലിൽ പോയപ്പോൾ, ഇസ്രായേലിലല്ല, ഈജിപ്തിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് കാണിച്ചു. കണ്ണിലിട്ടാൽ പോലും കാണൂല, അത്ര ചെറുതാണ്. അതിൽ നിന്ന് ഒരു വലിയ വൃക്ഷം ഉണ്ടാകുന്നത്. ഈ ഇത്രമാത്രം ഈ സീഡിന് ഇത്ര പവറുണ്ടെങ്കിൽ ദൈവവചനമാകുന്ന സീഡ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളതിനെ ജീവൻ്റെ വചനമാക്കി മാറ്റണം, ജീവവൃക്ഷമാക്കി മാറ്റണം. അപ്പോൾ പ്രാർത്ഥന ദൈവത്തിന് നിർബന്ധമാണ്. പ്രെയർ ചേഞ്ചസ് അവർ തോട്ട്സ്. അപ്പം ഇത് ഈസ് എൻ ഓപ്പൺ ചാനൽ ഫോർ ഡിവൈൻ ഇൻ്റർവെൻഷൻ. വീക്ക് പ്രേയേഴ്സ് ഡോണ്ട് റീച്ച് ഹെവൻ. അതായത് ദൈവവും മനുഷ്യനുമായിട്ട് ഇടപെടുന്നതിനുള്ള ഒരു മാധ്യമമാണ് പ്രാർത്ഥന. അബ്രഹാം പ്രാർത്ഥിക്കുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ് സംസാരിക്കും, ഇറങ്ങി വാ നോക്കാൻ പറഞ്ഞു, ആകാശമണ്ഡലത്തിൽ നക്ഷത്രത്തെ നോക്കുക. ബന്ധമാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പം സംസാരം തന്നെയല്ല. ഇറ്റ് ഇസ് നോട്ട് ആസ്കിങ് ഫോർ അവർ നീഡ്. ഒരു ബന്ധമുണ്ടാക്കുകയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കാണുമ്പം നമ്മൾ മുഴുവൻ നേരവും പ്രാർത്ഥിക്കുകയല്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സംസാരമാകും കാര്യങ്ങൾ. അതുകൊണ്ടാണ് നീതിമാന്മാർ സംസാരിച്ചു, തൻ്റെ പ്രാർത്ഥിക്കുകയല്ല, സംസാരിച്ചതുപോലെ മീഖായിൽ പറയുന്നു, സംസാരിക്കുന്നത് പോലും ദൈവം കേൾക്കും. ആ ലെവലിലാകണം. ദൈവം നമ്മളോട് പറയുന്നത് പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ വിലപ്പെട്ടതാണ്. നമ്മുടെ വിശ്വാസം ശരിയായിട്ടുള്ള പ്രാർത്ഥനയ്ക്കാണെങ്കിൽ കംപ്ലീറ്റ് ഫെയ്ത്ത് ഉണ്ട്, സ്നേഹമുണ്ട്, നമുക്ക് കരുതലുണ്ട്. അത് സെൽഫ്ലെസ് ആയിട്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ്. അതാണ് പുത്രൻ തമ്പുരാൻ യോഹന്നാൻ്റെ 17-ാം അധ്യായത്തിൽ
യേശു ക്രിസ്തു ക്രൂശ് മരണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ സമയമായി, നീ എന്നെ ഏൽപ്പിച്ച ജോലി മുഴുവനും ഞാൻ ചെയ്തു, ഞാൻ ഏൽപ്പിച്ച ആളുകളെ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന്. ഉലക സ്ഥാപനത്തിന് മുമ്പുള്ള മഹത്വം എനിക്ക് തിരിച്ചു തരണമേ. അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, അവർക്ക് അറിയാമായിരുന്നല്ലോ. നോ, യു ഹാവ് ടു സ്പീക്ക് ഇറ്റ് ഔട്ട്. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയുമായിട്ട് കടന്നു വരുമ്പം നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക തന്നെയല്ല, ഉത്തരം തരുന്ന ദൈവമാണ്. ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവവുമായിട്ട് ഉറ്റ ബന്ധം സ്ഥാപിക്കാൻ ദൈവം പ്രാർത്ഥനയെന്നൊരായുധത്തിന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഞങ്ങളുടെ ഞരക്കം പോലും സ്വർഗത്തിൽ പ്രാർത്ഥനയായിട്ട് വരും. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നും പ്രാർത്ഥന ദൈവവുമായിട്ട് കൂട്ടിച്ചേർന്ന് നിന്നുള്ള ഒരു സൃഷ്ടി ഉൽപ്പാദിപ്പിക്കുകയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ധൂപകലശത്തിൽ വരുമ്പം ഈ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ദൂതന്മാരെ അയച്ച് ഉത്തരം തന്ന് ലോകത്തിൽ നടക്കുന്ന സാഹചര്യങ്ങൾ മാറ്റിമറിച്ച് എല്ലാം ശരിയാക്കി തരുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഫറവോൻ്റെ കാര്യത്തിൽ കർത്താവ് ഒറ്റ രാത്രി കൊണ്ട് ഇതിലെ വരെ വിടത്തില്ലെന്ന് പറഞ്ഞ ഫറോ തൻ്റെ ജനത ഇസ്രായേൽ ജനത മുഴുവൻ വിടിവിപ്പിക്കാൻ ദൈവത്തിന് സാധിച്ചു എങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന മാനിക്കുമ്പോൾ അതിന് മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കൾ നശിച്ചു പോകും. യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറുന്നു. ഞങ്ങൾ ദൈവത്തെ എഴുന്നള്ളിപ്പിക്കാൻ തക്കവണ്ണം, പ്രശ്നം എഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകട്ടെ. പക്ഷേ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ, യെശയ്യാ 60 ഭൂമിയിൽ പ്രശംസാ വിഷയമാക്കുവോളം യഥാസ്ഥാനം ആ വിഷയത്തിന്മേൽ യഥാസ്ഥാനം അത് വരുന്ന പോലെ അതിനെ ഒരു പ്രശംസാ വിഷയമാക്കുവോളം നിനക്ക് സ്വസ്ഥത കൊടുക്കരുതെന്ന് പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ നീ കേൾക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ കടന്നു വന്നിട്ട് ഉത്തരമായിട്ട് കടന്നു വന്ന് അതുമൂലം ഞങ്ങൾക്കും ചുറ്റുപാടുമുള്ളവർക്കും ദേശത്തിനും ഭവനങ്ങൾക്കും നന്മയായിട്ട് മാറ്റുന്നതിന് സ്തോത്രം. ഞങ്ങൾക്ക് നിന്നോട് ബന്ധപ്പെടാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന, അതിനൊരു ബന്ധം സ്ഥാപിച്ചു തന്നതിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ പുത്രൻ തമ്പുരാന് പോലും പിതാവിനോട് പ്രാർത്ഥിക്കണമായിരുന്നു എങ്കിൽ മനുഷ്യരാകുന്ന ഞങ്ങൾ എൻ്റെ മക്കളാണെങ്കിൽ നിരന്തരം പ്രാർത്ഥന സംസർഗം ആവശ്യമുണ്ട്. സമയമെടുത്ത് നിൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിപ്പാനും കാര്യങ്ങൾ നേടുന്നിടം വരെ അപ്പച്ചൻ്റെ അടുക്കൽ സാഷ്ടാംഗം വണങ്ങിയിരിക്കാനുള്ള കൃപ തന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.